ഉത്തർപ്രദേശിലെ അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന കൊള്ളയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളും അത് സംബന്ധിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വെറുതെ കുറേ ആളുകൾ ചേർന്ന് നടത്തിയൊരു കൊള്ളയല്ല. ഇതിന് പിന്നിൽ വലിയ ഒരു അജണ്ടയുണ്ട്. അത് ചിലപ്പോൾ രാഷ്ട്രീയമാകാം, മതപരമാകാം, രാജ്യദ്രോഹപരമാകാം, അങ്ങനെ പല രീതിയിലുള്ള വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 1000-ഓളം കോളുകൾ ഈ കേസിൽ ഉൾപ്പെട്ട പ്രതിയായ പ്രധാനപ്പെട്ട വ്യക്തി അഖിലേഷ് യാദവ് എന്ന മുൻ മുഖ്യമന്ത്രി, സമാജ്വാദി പാർട്ടിയുടെ സമാരാധനായ നേതാവ്, ഇയാളെ വിളിച്ചതായുള്ള ചില വാർത്തകൾ ചില സമൂഹ മാധ്യമ പേജുകളിൽ ഒക്കെ കണ്ടു. പ്രതികളിൽ ഒരാളായ രാംശങ്കർ യാദവ് എന്ന ടിന്നു യാദവ് അഖിലേഷുമായി അടുത്ത ബന്ധമുണ്ട്. ഇരുവരും ഫോൺ സംഭാഷണം നടത്തിയതിന് വ്യക്തമായി തെളിവുണ്ട് എന്നാണ് BJP ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ ഫോൺ സംഭാഷണത്തിന്റെ രേഖകളൊക്കെ കണ്ടെടുക്കാൻ SITക്ക് നിമിഷങ്ങൾ മതി. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരാനുണ്ടെന്നും BJP പറയുന്നു. സമാജ്വാദി പാർട്ടിയുടെ പങ്കാളിത്തം ക്രമേണ പുറത്തു വരികയാണ്. മാത്രമല്ല, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി MP-ക്കും ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ പങ്കുണ്ട്. പ്രിയങ്ക ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തതായുള്ള സംശയം ഉണ്ട് എന്നും BJP പറയുന്നു. ടിന്നു യാദവ് അഖിലേഷ് യാദവുമായി പലതവണ ഫോണിൽ സംസാരിച്ചതിന്റെ വ്യക്തമായ രേഖകളുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ മോഷണങ്ങൾക്ക് പിന്നിൽ ആരാണ് കളിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായി പുറത്തു വരും എന്നും BJP ഉത്തർപ്രദേശ് ഘടകവും ദേശീയ നേതൃത്വവും പറയുന്നു. സമാജ്വാദി പാർട്ടിക്ക് സന്യാസി സമൂഹത്തിന്റെ രോഷം താങ്ങാനാകില്ല, ഇനി ഭാവിയിലും അതിന് കഴിയില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് വലിയ നിരീശ്വരവാദിയും ശ്രീരാമ വിരുദ്ധനുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണത്തിനായി പിരിച്ച സംഭാവനകളിൽ ക്രമക്കേട് നടന്നു എന്നാരോപിച്ച് കേസ് നൽകും എന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരുന്നു. സംഭാവന വിനിയോഗത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ സംഭാവന തിരികെ ആവശ്യപ്പെടുമെന്നും അത് മറ്റൊരു അംഗീകൃത മതസ്ഥാപനത്തിനോ ശങ്കരാചാര്യർ ട്രസ്റ്റിനോ നൽകും എന്നുള്ള കാര്യവും ഇയാൾ ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിൽ നൽകിയ സംഭാവന തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കേസ് നൽകും എന്ന് ദിഗ്വിജയ് സിംഗ് പ്രഖ്യാപിച്ചതിൽ ലജ്ജിക്കണം എന്നും BJP പറയുന്നു. സംഭാവനയുടെ രസീത് അദ്ദേഹം കാണിക്കട്ടെ, അത് പത്രത്തിൽ അച്ചടിക്കട്ടെ, എങ്കിൽ രാമക്ഷേത്ര ട്രസ്റ്റ് ആ തുക പലിശ സഹിതം തിരികെ നൽകും. രാഷ്ട്രീയ നേതാക്കളെ ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യം VHP കൂടി ഉന്നയിച്ചിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക റോബർട്ട് വദ്ര, രാംഗോപാൽ യാദവ്, അരവിന്ദ് കെജ്രിവാൾ, സഞ്ജയ് സിംഗ് തുടങ്ങിയവരെ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു കത്താണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. 20,000 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ് നടന്നത് എന്നും സംഭാവനകളിൽ കോടിക്കണക്കിന് രൂപ തിരിമറി നടത്തിയെന്നും ഭൂമി വാങ്ങുന്നതിലടക്ം തട്ടിപ്പ് നടത്തി എന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിക്കുന്നത്. ഇതിൽ പ്രിയങ്ക ഗാന്ധിക്കടക്കം പല തട്ടിപ്പിലും ഇടപാടുകളിലും പങ്കുണ്ട് എന്ന് VHP പറയുന്നു. VHPയുടെ ആരോപണമാണ് ഈ കത്തിലൂടെ പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കൂടുതൽ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുകയാണ്. അഖിലേഷ് യാദവിന് ഇതുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് VHP പറയുന്നതാണ്. അത് ആരോപണമാണ്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിച്ചാൽ മാത്രമേ കണ്ടെത്താനാകൂ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളും അന്വേഷണ റിപ്പോർട്ടുകളും അന്വേഷണ വിവരങ്ങളും ഒക്കെ തന്നെ അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.